ഇത് സത്യാണോ? എടോ സത്യാണ്. ശ്യാമ മേഡത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശ്യാമ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോ ബാക്കി ഉത്തരം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ശ്യാമ മേഡത്തിന്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ശ്യാമ മേഡത്തിന്റെ ആരാധകരാണ് രണ്ടുപേരും. അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലത്. ഞങ്ങളുടെ ആരാധനാമൂർത്തിയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കടമയുണ്ട്. താങ്ക്സ് മക്കളെ. ഇതൊരു ഗംഭീര തിരിച്ചുവരവാ മാഡം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദുർഗ, ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങളുടെ കൂടെയുള്ളവരാരാ? സത്യത്തിൽ നിങ്ങളെ സംശയം തോന്നിയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. നിങ്ങൾ ആരാണെന്നൊന്ന് പറയൂ. വരുൺ, തൽക്കാലം നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയുന്നില്ല. മരണത്തിന് അപ്പുറത്ത് നിന്ന് ഒരു തിരിച്ചുവരവ്. എനിവേ, നമ്മൾ ജയിച്ചു. ശരി, ഇറങ്ങിക്കോട്ടെ. താങ്ക് യു. താങ്ക്സ്. ബൈ. ഓക്കെ. അമ്മ, വരുൺ എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറഞ്ഞായിരുന്നോ? എന്തു പറ്റി മോളെ? വരുണും സൂര്യൊക്കെ ഒന്നിച്ചാണല്ലോ മോളെ. അല്ല, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, വരുണെ കിട്ടുന്നേ ഇല്ല. അച്ഛനൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ മോളെ. മോള് സൂര്യയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ല അച്ഛാ. രണ്ടാളും ഒരുമിച്ച് എവിടെങ്കിലും പോയതാണെങ്കിലോ? എവിടെ പോവാൻ? ഫോൺ എടുക്കാതെ എനിക്ക് പേടിയാവാ. വീണ്ടും എന്തെങ്കിലും. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടോണ്ടിരിക്കല്ലേ അച്ഛാ. എന്താ മോളെ ഇത്? കുറച്ചു മുമ്പേ നീയല്ലേ പ്രതീക്ഷയോട് സംസാരിച്ചത്? ദുർഗ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുറച്ചു നേരം ഞാനത് മനസ്സിൽ കൊണ്ട് നടന്നു. അത്രയുള്ളൂ അമ്മ. ഇനിയൊന്നും എനിക്ക് നേരിടാനുള്ള ശക്തിയില്ല അമ്മ, സത്യമായിട്ടും ഇല്ല. അമ്മ, ഇത് കണ്ടോ അച്ഛാ? ഇത് നോക്കി. ഇങ്ങനൊരു ഫോട്ടോ അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് അമ്മയുടെ കൂടെ എടുത്തിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല.
കുറേ നേരമായിട്ട് ഞങ്ങളൊരു വലിയ തെരച്ചിലായിരുന്നു. ആ തെരച്ചിലിനൊടുവിൽ കിട്ടിയ നിധിയാ ഞാനിപ്പോൾ ഫോണിലേക്ക് അയച്ചിരിക്കുന്നത്. വരുൺ, ഇത് സത്യമാണോ? എടോ സത്യമാണ്. ശ്യാമ മേഡത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശ്യാമ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ എത്തിയിട്ട് തന്നെ വിളിച്ച് പറയാന്ന് കരുതിയതാ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എടോ 1-2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ശ്യാമേടത്തും കുട്ടികളുടെ ആറ്റുവശ്ശേരിയിലെത്തും. വരുൺ, വരുൺ, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഏയ് അധിക എടോ താനെന്തേ കാണിക്കുന്നേ? ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട്. സന്തോഷ വരുൺ, ഇതിനേക്കാൾ സന്തോഷമുള്ള എന്റെ കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാനുള്ള. മോനെ, കുറച്ചു മുമ്പേ ദുർഗ ശ്യാമ മേഡം ജീവിച്ചിരിപ്പുണ്ടാവില്ലേ എന്നൊരു സംശയം രാധികമ്മളോട് ചോദിച്ചു അത്രേ. ആ നിമിഷം മുതല് ഇവള് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് എത്താം. എത്രയും പെട്ടെന്ന് വരാം. ആ അച്ഛാ, മോളെ, എന്നെ മോളെ, നിന്റെ കണ്ണീര് ദൈവം കണ്ടല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട കാര്യം തന്നെ നിനക്ക് തിരിച്ചു തന്നല്ലോ. നന്നായി. എല്ലാം കണ്ണന്റെ മായാജാല മോളെ, അല്ലാതെ വേറെ എന്ത് പറയാനാ? മരണത്തെ തോപ്പിച്ച നിന്റെ അമ്മയുടെ വരവ്, ഈശ്വരൻ നിന്നെ കൈവെടിഞ്ഞില്ലല്ലോ. എന്റെ കൃഷ്ണ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എന്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നല്ലോ. ഇനിയൊന്നും വേണ്ട, ഇനിയൊന്നും ചോദിക്കില്ല ഞാൻ. അങ്ങേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. എന്നും ഈ കാൽച്ചോട്ടിൽ ഞാനുണ്ടാവും. സർ, രാത്രി മുഴുവൻ ഇവിടെ കാവലുണ്ടായിരുന്നു സർ. രാവിലെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്.